ഏറെ തവണ കേട്ട് നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു ആശയമാണ് പരിണാമവാദം. എന്നാൽ ഈ ആധുനിക പരിണാമവാദം അത് എന്താണ് എന്നതിനെപ്പറ്റി ഭൂരിഭാഗം ആളുകൾക്കും വ്യക്തമായ ഒരു ധാരണയില്ല. ആധുനിക പരിണാമവാദത്തിന് പിന്നിലുള്ള ആ സയൻസ് അത് ലളിതമായ ഭാഷയിൽ ഒന്ന് വിശദീകരിക്കുവാനാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്യമിച്ചിരിക്കുന്നത്. പരിണാമവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ഡാർവിൻ നമുക്കേവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. 1859 അദ്ദേഹം തന്റെ പ്രശസ്ത ഗ്രന്ഥമായ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതി പുറത്തിറക്കി. ആ പുസ്തകത്തിൽ ഈ ഡാർവിൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആശയമാണ് നാച്ചുറൽ സെലക്ഷൻ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ജെനറ്റിക്സ് ബയോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ശാഖയായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഈ ജെനറ്റിക്സിലെ മ്യൂട്ടേഷൻ എന്ന തത്വവും ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷനും തമ്മിൽ കമ്പൈൻ ചെയ്യപ്പെട്ടു. ഇവയുടെ രണ്ടിന്റെയും സിന്തസിസ് അതിന്റെ ഫലമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ആധുനിക പരിണാമവാദം അഥവാ മോഡേൺ എവല്യൂഷൻ തിയറി. നമുക്കറിയാം, ഈ കെട്ടിടങ്ങൾ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇഷ്ടിക അല്ലെങ്കിൽ ബ്രിക്ക് എന്ന അടിസ്ഥാന യൂണിറ്റ് ഉപയോഗിച്ചാണ്. വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനും ചെറിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനും ഉപയോഗിക്കുന്ന ഇഷ്ടികയുടെ വലിപ്പം ഏതാണ്ട് ഒന്ന് തന്നെയായിരിക്കും. എന്നാൽ ചെറിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ കുറച്ച് ഇഷ്ടികകൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുവാൻ ലക്ഷക്കണക്കിന് ഇഷ്ടികകൾ വേണ്ടിവരും. ഒരു ഉറുമ്പും മനുഷ്യനും ആനയും ഒക്കെ ഉൾപ്പെടുന്ന ഓരോ ജീവിയുടെയും ശരീരം പണിതുയർത്തിയിരിക്കുന്നത് കോശം, സെല്ല് എന്ന അടിസ്ഥാന യൂണിറ്റ് ഉപയോഗിച്ചാണ്. ഒരു ബാക്ടീരിയയുടെ ശരീരത്തിൽ ഒരൊറ്റ കോശം, സെല്ല് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇനി ഒരു ഉറുമ്പിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം സെല്ലുകൾ അതിന്റെ ശരീരത്തിൽ കാണപ്പെടും. ഇനി മനുഷ്യനെ പോലെയുള്ള ഒരു ജീവിയുടെ ശരീരത്തിലാകട്ടെ കോടിക്കണക്കിന് കോശങ്ങൾ അഥവാ സെല്ലുകൾ ഉണ്ട്. ഒരു സെല്ലെന്ന് പറയുന്നത് തീർത്തും ചെറുതാണ്. നമുക്ക് ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ മാത്രമേ അതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനുൾപ്പെടെ ഏതൊരു ജീവിയുടെയും ശരീരം പണിതുയർത്തപ്പെടാൻ തുടങ്ങുന്നത് ഭ്രൂണം അഥവാ സൈഗോട്ട് എന്ന് പറയുന്ന ഒരൊറ്റ കോശത്തിൽ നിന്നാണ്. ഈ ഭ്രൂണകോശം വളരെ ചെറുതാണെങ്കിലും മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ സങ്കീർണമാണ് ഇത്. ഈ ഭ്രൂണകോശത്തിന്റെ മധ്യത്തിലായി DNA എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. നമുക്കറിയാം, ഈ മലയാള ഭാഷയിൽ 50-ലധികം അക്ഷരങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ 26 അക്ഷരങ്ങളേ ഉള്ളൂ. ഇനി 4 അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ഭാഷയെക്കുറിച്ച് വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം. ഈ DNA എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. 4 അക്ഷരങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 4 രാസാക്ഷരങ്ങൾ, കെമിക്കൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭാഷ. ഒരു ജീവിയുടെ ശരീരം എങ്ങനെയാണ് പണിതുയർത്തപ്പെടേണ്ടത് എന്നതിനെപ്പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ എന്നതുപോലെ ഭ്രൂണകോശത്തിലുള്ള ഈ DNA-യിൽ കോഡ് ചെയ്തു വെച്ചിരിക്കുന്നു. ഈ DNA-യിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ ഇൻഫർമേഷൻ അതിനെ അടിസ്ഥാനമാക്കിയാണ് ജീവിയുടെ ശരീരം പിന്നീട് പണിതുയർത്തപ്പെടുന്നത്. മനുഷ്യ ഭ്രൂണത്തിലെ DNA-യിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസാക്ഷരങ്ങളുടെ എണ്ണം 300 കോടിയോളം വരും. ഇനി ഈ കൊളൈ എന്ന ബാക്ടീരിയ കോശത്തിലെ DNA-യിൽ 45 ലക്ഷത്തിലധികം രാസാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നത് അധ്യായം, അതായത് ചാപ്റ്റേഴ്സ്, പാരഗ്രാഫ് എന്നിങ്ങനെ തിരിച്ചാണ്. മുഴുവൻ പുസ്തകത്തെ പല അധ്യായങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓരോ അധ്യായത്തെയും പാരഗ്രാഫുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു. പാരഗ്രാഫുകൾ ചേർന്ന് അധ്യായം ഉണ്ടാകുന്നു.
അധ്യായങ്ങൾ ചേർന്ന് പുസ്തകം ഉണ്ടാകുന്നു. ഈ DNA കാര്യവും ഏതാണ്ട് ഇതുപോലെയാണ്. ഈ ഭ്രൂണകോശത്തിലുള്ള മുഴുവൻ DNA പല ക്രോമസോമുകൾ ആയി വിഭജിച്ചിരിക്കുന്നു. ഓരോ ക്രോമസോമിനെയും വീണ്ടും ജീനുകളായി വിഭജിച്ചിരിക്കുന്നു. അതായത് ജീനുകൾ ചേർന്ന് ക്രോമസോം ഉണ്ടാകുന്നു, ക്രോമസോമുകൾ ചേർന്ന് ഭ്രൂണത്തിലെ മുഴുവൻ DNA കോഡും ഉണ്ടാകുന്നു. ഭ്രൂണം അഥവാ സൈഗോട്ട് എന്ന് പറയുന്ന ആ ഒരൊറ്റ കോശത്തിൽ നിന്ന് ആരംഭിച്ചാണ് ഒരു ജീവിയുടെ ശരീരം പണിതുയർത്തപ്പെടാൻ തുടങ്ങുന്നത്. ആദ്യമേ ഈ ഭ്രൂണകോശം ഇരട്ടിച്ച് 2 കോശങ്ങൾ ആയി മാറുന്നു. പിന്നെ ഈ 2 കോശങ്ങൾ ഇരട്ടിച്ച് 4 കോശങ്ങളായി മാറുന്നു. അതിനുശേഷം ഈ 4 കോശങ്ങൾ ഇരട്ടിച്ച് 8 കോശങ്ങൾ ആയി മാറുന്നു. ഇങ്ങനെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം വർദ്ധിച്ചാണ് ഈ ജീവിയുടെ ശരീരം പണിതുയർത്തപ്പെടുന്നത്. ഭ്രൂണകോശം ഇരട്ടിച്ച് 2 കോശങ്ങൾ ആകുന്ന ആ സമയത്തെപ്പറ്റി ചിന്തിക്കുക. ഈ പുതുതായി ഉണ്ടാകുന്ന ഓരോ കോശത്തിലും ആദ്യത്തെ ഭ്രൂണകോശത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ DNA കോഡിന്റെയും അതുപോലെ തന്നെയുള്ള ഓരോ കോപ്പികൾ കാണപ്പെടും. ഇനി ഈ 2 കോശങ്ങൾ ഇരട്ടിച്ച് 4 കോശങ്ങൾ ആകുന്ന സമയത്തെപ്പറ്റി ചിന്തിക്കുക. ഈ പുതുതായി ഉണ്ടാകുന്ന 4 കോശങ്ങളിലും ആദ്യത്തെ ആ ഭ്രൂണകോശത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ DNA കോഡിന്റെയും അതുപോലെ തന്നെയുള്ള ഓരോ കോപ്പികൾ കാണപ്പെടും. ഈ പ്രക്രിയ തുടർന്നും മുന്നോട്ട് പോകുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയുടെ ശരീരം പൂർണ്ണ വികാസം പ്രാപിച്ചു കഴിയുമ്പോൾ ആ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ ഓരോന്നിലും ആ ഭ്രൂണകോശത്തിൽ ഉണ്ടായിരുന്ന ആ മുഴുവൻ DNA കോഡിന്റെയും അതുപോലെ തന്നെയുള്ള ഓരോ കോപ്പികളുണ്ട്. ഇങ്ങനെ ഈ കോശം ഇരട്ടിക്കലിന്റെ സമയത്ത് ഈ DNA കോഡ് ഒരു തെറ്റും വരാതെ കൃത്യമായി കോപ്പി ചെയ്യപ്പെടുന്നതിനുള്ള സങ്കീർണമായ സംവിധാനങ്ങൾ ഒരു കോശത്തിൽ ഉണ്ട്. സാധാരണഗതിയിൽ ഈ കോശമിരട്ടിക്കലിന്റെ സമയത്ത് ഈ DNA കോഡ് കോപ്പി ചെയ്യുമ്പോൾ യാതൊരുവിധ അക്ഷരത്തെറ്റും സംഭവിക്കത്തില്ല. പക്ഷേ അപൂർവം ചിലപ്പോൾ, ചുരുക്കം ചിലപ്പോൾ അക്ഷരത്തെറ്റുകൾ സംഭവിക്കും. ഇങ്ങനെ ഈ DNA കോഡ് കോപ്പി ചെയ്യപ്പെടുമ്പോൾ വരുന്ന അക്ഷരത്തെറ്റുകളെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് DNA കോഡിൽ വരുന്ന ഒരു വികലതയാണ്. അപ്പോൾ അതുമൂലം ഈ ജീവിയുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ കടന്നുകൂടുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിലെ ഒരു കോശത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ കോശം ഇരട്ടിച്ചപ്പോൾ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു എന്നിരിക്കട്ടെ. ഈ മ്യൂട്ടേഷൻ സംഭവിച്ച കോശത്തിൽ നിന്ന് ആരംഭിച്ചോ തുടർന്നുണ്ടാകുന്ന എല്ലാ കോശങ്ങളിലും ഈ മ്യൂട്ടേഷൻ കാണപ്പെടും. എന്നാൽ ജീവി മരിക്കുന്നതോടെ ആ മ്യൂട്ടേഷൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇനി നമുക്ക് സെക്സ് സെല്ലുകളുടെ കാര്യം പരിഗണിക്കാം. അതായത് ബീജം, അതുപോലെ അണ്ഡം, സ്പേം, അതുപോലെ എഗ്. ഈ സെക്സ് കോശങ്ങളിൽ, അതായത് ബീജത്തിലും അണ്ഡത്തിലും ഈ ശരീരത്തിലെ മറ്റു കോശങ്ങളിൽ ഉള്ളതിന്റെ നേർപകുതി DNA കോഡേ കാണപ്പെടുകയുള്ളൂ. പിന്നീട് ഈ ബീജവും അണ്ഡവും തമ്മിൽ സംയോജിച്ച് ഭ്രൂണം സൈഗോട്ട് ഉണ്ടാകുമ്പോൾ ആ ഭ്രൂണകോശത്തിൽ ഈ ശരീരത്തിലെ മറ്റു കോശങ്ങളിൽ ഉള്ള അത്രയും DNA കോഡ് കാണപ്പെടുകയും ചെയ്യും. ഇനി ബീജമോ അണ്ഡമോ രൂപപ്പെടുമ്പോൾ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് കരുതുക. ഈ മ്യൂട്ടേഷൻ ഭ്രൂണത്തിൽ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ഭ്രൂണത്തിൽ നിന്ന് ആരംഭിച്ചാണ് ഈ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഭ്രൂണത്തിൽ കടന്നുകൂടിയ ഈ മ്യൂട്ടേഷൻ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും പിന്നീട് കാണപ്പെടും. അപ്പോൾ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ DNA കോഡിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വികലതയാണ്. ഈ DNA കോഡിനെ ആസ്പദമാക്കിയാണ് ഈ നമ്മുടെ ശരീരം പണിതുയർത്തപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഭ്രൂണത്തിൽ ഒരു മ്യൂട്ടേഷൻ കടന്നുകൂടിയാൽ ഈ ജീവിയുടെ ശരീരം ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ജീവിയുടെ സെക്സ് കോശങ്ങളിലേക്കും ഈ മ്യൂട്ടേഷൻ കടന്നുകൂടി എന്നിരിക്കും. അപ്പോൾ ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിയുടെ സന്തതികളിലേക്കും ഈ മ്യൂട്ടേഷൻ വ്യാപിക്കും. അവർക്കും മേൽപ്പറഞ്ഞ രീതിയിലുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു തരത്തിൽപ്പെട്ട മ്യൂട്ടേഷൻ ഉണ്ട്. ഞാനൊരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ അത് വിശദീകരിക്കാം. ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു വാചകം, ഷീ ഹാസ് എ ക്യാറ്റ്, അതായത് അവൾക്ക് ഒരു പൂച്ച ഉണ്ട്. നിങ്ങൾ ഈ വാചകം കോപ്പി ചെയ്ത് എഴുതി എന്ന് കരുതുക.
അപ്പോൾ കോപ്പി ചെയ്യപ്പെട്ടപ്പോൾ ചെറിയ ഒരക്ഷരത്തെറ്റ് സംഭവിച്ചു. ക്യാറ്റിന്റെ സി എന്ന അക്ഷരത്തിന് പകരം കോപ്പി ചെയ്തപ്പോൾ പിശക് മൂലം നിങ്ങൾ എഴുതിയത് എച്ച് എന്നാണ്. അപ്പോൾ പുതിയ വാചകം ഇതാണ്: ഷീ ഹാസ് എ ഹാറ്റ്. അതായത് അവൾക്ക് ഒരു തൊപ്പി ഉണ്ട്. ഈ രണ്ടാമത്തെ വാചകം വാസ്തവത്തിൽ ഒരു അക്ഷരത്തെറ്റിന്റെ ഫലമായി യാദൃശ്ചികവശാൽ ഉടലെടുത്ത ഒന്നാണ്. പക്ഷേ ഭാഗ്യവശാല് ഈ പുതിയ വാചകത്തിന് ഒരർത്ഥമുണ്ട്. അതായത് അവൾക്ക് ഒരു തൊപ്പിയുണ്ട്. ഇനി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് DNA കോഡ് കോപ്പി ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന അക്ഷരത്തെറ്റാണ്. പക്ഷേ അപൂർവം ചില മ്യൂട്ടേഷനുകൾ ഈ DNA കോഡിന് ഉപദ്രവകരമല്ലാത്ത കുറച്ച് ഉപകാരപ്രദമായ പുതിയ അർത്ഥങ്ങൾ നൽകും. അതായത് നമ്മൾ ആ ഷീ ഹാസ് എ ക്യാറ്റ് എന്ന വാചകം കോപ്പി ചെയ്തപ്പോൾ വന്ന അക്ഷരത്തെറ്റ് മൂലം ഷീ ഹാസ് എ ഹാറ്റ് എന്ന പുതിയ അർത്ഥമുള്ള ഒരു വാചകം ലഭിച്ചതുപോലെ. ഇങ്ങനെയുള്ള മ്യൂട്ടേഷനുകളെ നമ്മൾ വിളിക്കുന്നത് ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ, ഉപകാരപ്രദമായ മ്യൂട്ടേഷനുകൾ എന്നാണ്. ഇനി നമുക്ക് സെക്സ് സെല്ലുകളുടെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ബീജമോ അണ്ഡമോ അല്ലെങ്കിൽ സ്പേം എഗ് ഇവ രൂപപ്പെടുമ്പോൾ ഒരു ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ സംഭവിച്ചു എന്നിരിക്കട്ടെ. ഈ ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ ഭ്രൂണത്തിൽ കടന്നുകൂടി എന്നിരിക്കും. പിന്നീട് ഈ ജീവിയുടെ ശരീരം ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും ഈ ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ കാണപ്പെടും. അപ്പോൾ ഇതുമൂലം ഈ ജീവിയുടെ ശരീരത്തിൽ ഉപദ്രവകരമല്ലാത്ത അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉപകാരപ്രദമായ എന്തെങ്കിലും പുതിയ ശാരീരിക സവിശേഷതകൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ ഈ ജീവിയുടെ സെക്സ് സെല്ലുകളിലും കടന്നുകൂടി എന്നിരിക്കും. അപ്പോൾ ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ അടുത്ത തലമുറകളിലേക്ക്, അതായത് ഈ ജീവിയുടെ സന്തതികളിലേക്ക് വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സന്തതികൾക്കും ഈ ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ മൂലം ചില പ്രത്യേക ശാരീരിക സവിശേഷതകൾ, അതായത് ഉപദ്രവകരമല്ലാത്ത ചില ശാരീരിക സവിശേഷതകൾ അവയുടെ ശരീരം ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ കാണപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് പരിണാമവാദത്തിന്റെ കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കാം. അതായത് ഒരു സ്ഥലത്ത് വസിക്കുന്ന ഒരു ജീവിവംശം സെക്സ് സെല്ലുകളിൽ സംഭവിച്ച ഉപകാരപ്രദമായ മ്യൂട്ടേഷന്റെ ഫലമായി ഈ ജീവിവംശത്തിലെ ഏതാനും അംഗങ്ങൾക്ക് മറ്റ് അംഗങ്ങൾക്കില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചില പ്രത്യേക ശാരീരിക സവിശേഷത ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയിരിക്കെ ആ പ്രദേശത്ത് വലിയ ഒരു പ്രതികൂല സാഹചര്യം നേരിട്ടു. അപ്പോൾ ഈ ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ മൂലം ഈ പ്രത്യേക ശാരീരിക സവിശേഷത ലഭിച്ച അംഗങ്ങൾ ആ സവിശേഷത ഉപയോഗിച്ചുകൊണ്ട് ആ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ചു. മറ്റംഗങ്ങൾക്ക് ഈ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുവാൻ പറ്റിയില്ല, അവ ചത്തുപോവുകയും ചെയ്തു. ബെനഫിഷ്യൽ മ്യൂട്ടേഷനിലൂടെ ഒരു പ്രത്യേക ശാരീരിക സവിശേഷത ലഭിച്ച അംഗങ്ങൾ മാത്രം ഒരു പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുകയും മറ്റംഗങ്ങൾ ആ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനാവാതെ നശിച്ചു പോവുകയും ചെയ്യുന്ന ഈ പ്രതിഭാസത്തെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു പ്രത്യേക ജീവി സമൂഹത്തിൽ സെക്സ് കോശങ്ങളിൽ സംഭവിച്ച ഉപകാരപ്രദമായ മ്യൂട്ടേഷനുകളുടെ ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ ഫലമായി ചില പ്രത്യേക ശാരീരിക സവിശേഷതകൾ ആർജിച്ചിട്ടുള്ള അംഗങ്ങൾ ഒരു പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുകയും മറ്റംഗങ്ങൾ ആ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനാവാതെ നശിച്ചു പോവുകയും ചെയ്യുന്ന പ്രതിഭാസത്തെ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നു. ഞാൻ 3 ഉദാഹരണങ്ങളുടെ സഹായത്തോടെ ഈ നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഒറ്റപ്പെട്ട ഒരു ഐലൻഡ്. ഈ ഐലൻഡിൽ പക്ഷികളുടെ ഒരു പ്രത്യേക വംശം പാർത്തിരുന്നു. ഈ പക്ഷികൾക്ക് ഒരുവിധം സ്ട്രോങ് ആയിട്ടുള്ള ബലിഷ്ഠമായിട്ടുള്ള ചുണ്ടുകൾ, നമ്മൾ അല്ലെങ്കിൽ കൊക്ക് എന്ന് പറയും, അത് ഉണ്ട്. ഇനി ഈ സെക്സ് സെല്ലുകളിൽ സംഭവിച്ച ബെനഫിഷ്യൽ മ്യൂട്ടേഷന്റെ ഫലമായി ആ പക്ഷിവംശത്തിലെ ഏതാനും അംഗങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ബലിഷ്ഠമായിട്ടുള്ള ചുണ്ടുകൾ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ ദ്വീപില് 2 തരം ചെടികൾ വളരുന്നുണ്ട്. ഇതിൽ ഒരു ചെടി കട്ടി കുറഞ്ഞ തോടോടുകൂടിയ നട്ടുകൾ ഉണ്ടാകുന്ന ഒന്നാണ്. ഇനി മറ്റേ ചെടികൾ ഈ കട്ടി കൂടിയ തോടോടുകൂടിയ നട്ടുകൾ ഉണ്ടാകുന്ന ചെടികളാണ്.
അപ്പോൾ ഈ നട്ടുകൾ തങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് പൊട്ടിച്ചു നിന്നാണ് ഈ പക്ഷികൾ ആ ദ്വീപില് ഇങ്ങനെ പാർത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ ദ്വീപില് ഒരു വലിയ കാലാവസ്ഥാ വ്യതിയാനം വന്നു. അപ്പോൾ ഈ കട്ടി കുറഞ്ഞ തോടോടുകൂടിയ നട്ടുകൾ ഉണ്ടാകുന്ന ചെടികളെല്ലാം നശിച്ചുപോയി. അപ്പോൾ പിന്നെ ദ്വീപിൽ അവശേഷിക്കുന്നത് ഈ കട്ടി കൂടിയ തോടോടുകൂടിയ നട്ടുകൾ ഉണ്ടാകുന്ന ചെടികൾ മാത്രമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ ഈ പക്ഷി സമൂഹത്തിലെ ഏതാനും അംഗങ്ങൾക്ക് ഈ ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻ മൂലം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചുണ്ടുകൾ ലഭിച്ചിരുന്നു എന്ന്. ആ അംഗങ്ങൾ മാത്രം കട്ടി കൂടിയ തൊണ്ടോടുകൂടിയ നട്ടുകൾ പൊട്ടിച്ചു തിന്നുന്നതിൽ വിജയിച്ചു. ബാക്കി പക്ഷികൾക്ക് ഈ നട്ടുകൾ പൊട്ടിച്ചു തിന്നുവാൻ പറ്റിയില്ല. അങ്ങനെ ബാക്കി പക്ഷികൾ ആഹാരമില്ലാതെ നശിച്ചുപോയി. പിന്നെ ഈ ദ്വീപിൽ അവശേഷിക്കുന്നത് ഈ ബലിഷ്ഠമായ ചുണ്ടുകൾ, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയ ചുണ്ടുകൾ ഉള്ള ഏതാനും അംഗങ്ങൾ മാത്രം. പിന്നെ ഈ ദ്വീപ് സമൂഹത്തിൽ ഈ പക്ഷികൾ പെരുകുന്നത് ഈ ബലിഷ്ഠമായ ചുണ്ടുകൾ ഉള്ള അംഗങ്ങളിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഈ പുതിയ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളിലും ഈ ബലിഷ്ഠമായ സ്ട്രോങ് ആയിട്ടുള്ള ചുണ്ടുകൾ കാണപ്പെടും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷിവംശം ബലം കുറഞ്ഞ ചുണ്ടുകളോടുകൂടിയ ഒന്നിൽ നിന്ന് ബലിഷ്ഠമായ ചുണ്ടുകൾ ഉള്ള ഒന്നിലേക്ക് പരിണമിച്ചു. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. അതായത് ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് കരടികളുടെ ബിയർ അവയുടെ ഒരു വംശം ഇങ്ങനെ താമസിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ കരടികൾക്ക് ഒരുവിധം തിക്ക് ആയിട്ടുള്ള രോമങ്ങൾ ഉണ്ട്. ഇനി ഈ കരടി വംശത്തിൽ സെക്സ് സെല്ലുകളിൽ സംഭവിച്ച ബെനിഫിഷ്യൽ മ്യൂട്ടേഷന്റെ ഫലമായി ഏതാനും അംഗങ്ങൾക്ക് വളരെ ഇടതൂർന്ന തിക്കായിട്ടുള്ള രോമങ്ങൾ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെ ഇരിക്കെ ആ പ്രദേശത്ത് ഒരു അതിശൈത്യം വ്യാപിച്ചു. അപ്പോൾ ഈ സാധാരണ രോമവളർച്ചയുള്ള അംഗങ്ങളെല്ലാം ഈ ശൈത്യത്തെ അതിജീവിക്കാനാവാതെ ചത്തുപോയി. ഈ ബെനിഫിഷ്യൽ മ്യൂട്ടേഷന്റെ ഫലമായി വളരെ ഇടതൂർന്ന രോമങ്ങൾ ലഭിച്ച അംഗങ്ങൾ മാത്രം ഈ ശൈത്യത്തെ അതിജീവിച്ചു. പിന്നെ ആ സ്ഥലത്ത് അവശേഷിക്കുന്നത് ഈ ഇടതൂർന്ന രോമങ്ങൾ ഉള്ള അംഗങ്ങൾ മാത്രമാണ്. അവരിൽ നിന്നായിരിക്കും ആ കരടി വംശം പിന്നെ ആ സ്ഥലത്ത് പെരുകുന്നത്. അപ്പോൾ ഈ പുതുതായി ഉണ്ടാകുന്ന ഈ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇടതൂർന്ന രോമങ്ങൾ കാണപ്പെടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരടി വംശം ഈ സാധാരണ രോമവളർച്ചയുള്ള ഒന്നിൽ നിന്ന് ഇടതൂർന്ന രോമവളർച്ചയുള്ള ഒന്നിലേക്ക് പരിണമിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ട ഈ രണ്ട് ഉദാഹരണങ്ങളിൽ ഈ കുറെ അംഗങ്ങൾ ചത്തുപോയതിന്റെ ഫലമായി പരിണാമം സംഭവിക്കുന്ന ഉദാഹരണങ്ങളായിരുന്നു. ഇനി ഇങ്ങനെ അംഗങ്ങൾ ചത്തുപോകാതെ തന്നെ പരിണാമം സംഭവിക്കാം. ഉദാഹരണത്തിന് ഈ ബെനിഫിഷ്യൽ മ്യൂട്ടേഷന്റെ ഫലമായി ലഭിച്ച ഈ ശാരീരിക സവിശേഷത മൂലം ഈ ശാരീരിക സവിശേഷതയുള്ള അംഗങ്ങൾക്ക് കൂടുതൽ നന്നായി ഭക്ഷണം സമ്പാദിക്കുവാൻ പറ്റിയെന്നിരിക്കട്ടെ, ശത്രുക്കളിൽ നിന്ന് കൂടുതൽ നന്നായി രക്ഷപ്പെടുവാൻ പറ്റിയെന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ ഈ സമൂഹത്തിലെ അംഗങ്ങൾക്ക് തമ്മിലുള്ള ഈ സെക്സ് പൊളിറ്റിക്സിൽ കൂടുതൽ വിജയം വരിക്കുവാൻ ഈ ശാരീരിക സവിശേഷത അവരെ സഹായിച്ചു എന്നിരിക്കട്ടെ. ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാരീരിക സവിശേഷത ലഭിച്ചിട്ടുള്ള അംഗങ്ങൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കും, കൂടുതൽ തവണ അവ ഇണചേരുവാൻ ഇടയാവുകയും ചെയ്യും. ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലമുറകൾ പിന്നിടും തോറും ഈ പ്രത്യേക ശാരീരിക സവിശേഷത ഉള്ള അംഗങ്ങളുടെ സന്തതികൾ ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരും. അവസാനം ഈ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും ഈ ശാരീരിക സവിശേഷത ഉള്ളവരായി മാറുകയും ചെയ്യും. ഞാൻ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഇത് വിശദീകരിക്കാം. ഒറ്റപ്പെട്ട ഒരു വനപ്രദേശത്ത് മാനുകളുടെ, അതായത് ഡിയേഴ്സ്, അവയുടെ ഒരു വംശം പാർത്തിരുന്നു. അപ്പോൾ ഈ സിംഹങ്ങൾ ഈ മാനുകളെ വേട്ടയാടി പിടിക്കും. അതുകൊണ്ട് ഈ മാൻ വംശത്തിന്റെ പോപ്പുലേഷൻ, ജനസംഖ്യാ നിരക്ക് അങ്ങനെ വർദ്ധിക്കുന്നില്ല, അത് ഏറെക്കുറെ സ്ഥിരമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ മാനുകൾക്കെല്ലാം നല്ല ഒരുവിധം ബലമുള്ള കാലുകളുണ്ട്, നീളമുള്ള കാലുകൾ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ സെക്സ് സെല്ലുകളിൽ സംഭവിച്ച ബെനിഫിഷ്യൽ മ്യൂട്ടേഷന്റെ ഫലമായി ഈ മാൻ സമൂഹത്തിലെ ഏതാനും അംഗങ്ങൾക്ക് മാത്രം നല്ല നീളം കൂടിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാലുകൾ ലഭിച്ചു എന്നിരിക്കട്ടെ. ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനുകളെ സിംഹങ്ങൾക്ക് എളുപ്പത്തിൽ പിടിക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റു മാനുകൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം ഈ ബലിഷ്ഠമായ കാലുകൾ ഉള്ള മാനുകൾ ജീവിച്ചു എന്നിരിക്കും. ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേക ശാരീരിക സവിശേഷതയുള്ള ഈ മാനുകൾ മറ്റംഗങ്ങളെക്കാൾ വളരെ കൂടുതൽ തവണ ഇണചേരുവാൻ ഇടയാകും. ഇനി ഈ സാധാരണ മാനുകൾ അടുത്ത തലമുറയിൽ
ഒരു 2 സന്തതികളെ അവശേഷിപ്പിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ബലിഷ്ഠമായ ഈ കാലുകൾ ലഭിച്ച മാനുകൾ അടുത്ത തലമുറയിൽ 3-4 സന്തതികളെ അവശേഷിപ്പിച്ചു എന്നിരിക്കും. ഈ പ്രക്രിയ തുടർന്നും മുന്നോട്ട് പോകുന്നു. ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തലമുറകൾ പിന്നിടും തോറും ഈ ബലിഷ്ഠമായ കാലുകൾ ഉള്ള മാനുകളുടെ എണ്ണം ഈ സമൂഹത്തിൽ ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരും. അവസാനം ഈ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ബലിഷ്ഠമായ കാലുകൾ ഉള്ളവയായി മാറുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാൻ വംശം ബലം കുറഞ്ഞ, നീളം കുറഞ്ഞ കാലുകൾ ഉള്ള ഒന്നിൽ നിന്ന് നീളം കൂടിയ ബലിഷ്ഠമായ കാലുകൾ ഉള്ള ഒന്നിലേക്ക് പരിണമിച്ചു. ഇപ്പോൾ നമ്മൾ 3 ഉദാഹരണങ്ങൾ കണ്ടു. പക്ഷികളുടെ ചുണ്ട്, കരടികളുടെ രോമം, അതുപോലെ മാനിന്റെ കാല് എന്നിവയിൽ നടക്കുന്ന പരിണാമം. ഇനി ഒരു സ്ഥലത്ത് വസിക്കുന്ന ഒരു പ്രത്യേക ജീവിവംശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളിലെ കാലയളവ്. ഈ കാലയളവിനുള്ളിൽ ഈ ജീവികളുടെ നിരവധി വ്യത്യസ്ത അവയവങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ഈ ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ എന്നീ പ്രക്രിയകൾ സംഭവിക്കും. ഇതിന്റെ ഫലമായി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ജീവിവംശം ശരീരഘടനയിൽ അടിസ്ഥാനപരമായി വ്യത്യാസമുള്ള മറ്റൊരു ജീവിവംശമായി പരിണമിക്കും. ഇതാണ് ആധുനിക പരിണാമവാദം പറയുന്നത്. ഞാൻ ഒന്നും കൂടി അത് ആവർത്തിക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ ഒരു ജീവി സമൂഹത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അവയവങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ എന്നീ പ്രക്രിയകൾ ആവർത്തിച്ച് അരങ്ങേറുന്നു. ഇതിന്റെ ഫലമായി ഒരു ജീവിവംശം ശരീരഘടനയിൽ അടിസ്ഥാനപരമായി വ്യത്യാസമുള്ള മറ്റൊരു ജീവിവംശമായി മാറുന്നു. ഇതാണ് ആധുനിക പരിണാമവാദം. ഈ വീഡിയോ കണ്ടപ്പോൾ ഈ പരിണാമവാദം എന്ന് പറയുന്നത് യുക്തിപരമായി വളരെ ഈടുറ്റ ഒരു സിദ്ധാന്തമാണ് എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ ആധുനിക പരിണാമവാദം അത് തെറ്റാണ് എന്നതിനുള്ള നിരവധി തെളിവുകൾ തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ നൽകുന്നതായിരിക്കും.